എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പോകുന്നത് കാറമേൽ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ അഷ്ടബന്ധ നവീകരണ കലശത്തോടനുബന്ധിച്ചിട്ടുള്ള ചടങ്ങുകളും മറ്റ് ആചാരങ്ങളും കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ മുച്ചിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്കിനി ഇവിടുത്തെ ചടങ്ങുകളൊക്കെ കാണാം. ബ്രഹ്മാണ്ടങ്ങൾ ഇവയെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന നിത്യലീല ദുർജയന്മാരായ നിർജ്ജലവൈരികളെ അടർക്കളത്തിൽ അടിപ്പെടുത്തുന്ന മഹാവീര്യം ശ്രീവല്ലഭന് സിദ്ധമാക്കിയ ത്രൈലോക്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള പൗരുഷത്വം കമലാകാന്തന് കൈവരുത്തിയ മൂന്ന് ലോകവും മൂന്ന് ലോകരും എന്ന് പിന്നീടാകാവുന്ന മഹാവിഷംപാനം ചെയ്ത മഹാദേവനെ നീലകണ്ഠ മനോഹര നാമലാപത്താൽ വിജയശ്രീ ലളിതനാക്കിയ വിശ്വവിജയിയായ പരാശക്തി തന്നെയാണ് മുച്ചിലോട്ട് അംബികയായി ഈ തിരുസന്നിധിയിൽ കുടികൊള്ളുന്നത്. ഇവിടെ കാലമനിവാര്യമാക്കിയ പുനഃപ്രതിഷ്ഠ അഷ്ടബന്ധ നവീകരണ ബ്രഹ്മരസമഹോത്സവമാണ് ഭക്തിയുടെ നിർവാർന്നന്തരീക്ഷത്തിൽ ക്ഷേത്രം തന്ത്രീശ്വരന്റെ കാർമ്മികത്വത്തിൽ നടന്നു വരുന്നത്. ഈ മംഗളോത്സവത്തിന്റെ വിജയത്തിനായി എല്ലാ സജ്ജനങ്ങളുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ആദരവോടെ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ക്ഷേത്ര തിരുമുറ്റത്താണുള്ളത്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ക്ഷേത്രമൊക്കെ നവീകരിച്ച് പുതുക്കി പണിതിട്ടുണ്ട്. അതിനുശേഷമാണ് നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയൊക്കെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകമൊക്കെ ഒന്ന് ചുറ്റിക്കണം. ഇതാണ് പ്രധാന പള്ളിയറ, മുച്ചിലോട്ട് ഭഗവതി ഇരിക്കുന്ന സ്ഥലം. നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. ഇത് നവീകരണ കലശത്തിൻ്റെ ഭാഗമായിട്ടുള്ള പൂജയ്ക്കും കലശാഭിഷേകത്തിനൊക്കെ വേണ്ടിയിട്ട് വരച്ച കളങ്ങളൊക്കെയാണ്. ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് കൈലാസക്കല്ലാണ്. ഇവിടെ നിന്നാണ് പരമേശ്വരപുത്രിയായ മുച്ചിലോട്ടംബിക തിരുമുടി അണിഞ്ഞ് എഴുന്നള്ളുന്നത്. ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ തിരുസന്നിധിയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളേവരെയും ആദരവോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അഗ്നിസ്ഫുടം ചെയ്തോരക്ഷരദീപ്തിയെ തമസിന്റെ തടവറ തകർത്തതിനാൽ കത്തിയെരിയുന്നൊരു അഗ്നികുണ്ഠത്തെ 16 തികയാത്ത മംഗല്യകന്യക. അതെ, കൂടി സൂര്യതേജസ്സായി പടർന്ന മുച്ചിലോട്ടംബിക നൂറ്റാണ്ടുകളിലൂടെ തലമുറ കൈമാറി കിട്ടിയ കഥയിലെ കഥനക്കടലായ വാത്സല്യമാവാം. കാലങ്ങൾക്കപ്പുറം ഉള്ളറിവില്ലാത്ത പാണ്ഡിത്യ നാട്യക്കാരുടെ ചതിയുടെ ചിതയിൽ സ്വയം എരിഞ്ഞ നീതിയായി മാറിയ ശിവനന്ദിനി കുവരിമാതാവ് നെഞ്ചുപൊട്ടി വീഴ്ചവർക്കൊക്കെ അനുഗ്രഹമേകുന്ന ആശ്രിത വത്സല അറിവിന്റെ അവസാന വാക്ക് അഗ്നിക്കും ഭസ്മീകരിക്കാൻ കഴിയാത്ത ദൈവീക ചെയ്തു വള്ളിക്കൂറ്റുകൾ കാലക്കവണ്ണം മഴ കുറിച്ച് തരുന്നൂടിയ 96 മഹാവ്യാധികൾക്കും 108 ഔഷധമായും ദൈനംദിനിയായും ഞാൻ നിലനിന്നു പോരാം എന്നും അമൃതമൊഴിയേകി കളിയാട്ട തിരുമുറ്റങ്ങളിൽ ഭക്തരെ അനുഗ്രഹിക്കുന്ന സർവീശ്വരിയായ ശ്രീ മുച്ചിലോട്ട് അംബികൃതികൊള്ളുന്ന കാർമേൽ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കാലമനിവാര്യമാക്കിയ പുനഃപ്രതിഷ്ഠ അഷ്ടബന്ധ നവീകരണ ബ്രഹ്മരസ മഹോത്സവം ഭക്തിയുടെ നിറവാർന്ന അന്തരീക്ഷത്തിൽ നടക്കുകയാണ്. അങ്ങനെയാണ് ഞങ്ങളങ്ങനെ അമ്പലത്തിൽ തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിച്ച് പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ അവിടെ വരുന്ന ഭക്തജനങ്ങൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റും കൂടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് ഭക്ഷണപന്തൽ. ഞങ്ങളങ്ങനെ ഭക്ഷണപന്തലിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരിച്ച് തിരുമുറ്റത്ത് തന്നെ വന്നു. അപ്പോൾ അവിടെ കുറച്ച് ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു നവീകരണ കലശവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഞങ്ങളത് ഇവിടെ ഇങ്ങനത്തെ മതിലിൻ്റെ സൈഡിൽ ബെഞ്ചസ് ഉണ്ടായിരുന്നു, കോൺക്രീറ്റിൽ തന്നെ ഉണ്ടാക്കി. അപ്പം അവിടെ ഇരുന്ന് കുറച്ച് സമയം ആ ചടങ്ങുകളൊക്കെ കണ്ടു. അതിനുശേഷം ഇനി 1 മണിയാകുമ്പോൾ അരങ്ങിലടിയന്തരമാണ്. അതായത് ഇപ്പോൾ 1 വർഷത്തിൽ കൂടുതലായിട്ട് ക്ഷേത്രത്തിൽ വിളക്ക് വെക്കുക എന്നുള്ളതല്ലാണ്ട് വേറെ നിത്യപൂജകളൊന്നും ഇല്ലാണ്ട് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ. അപ്പോൾ അതിനുശേഷം നവീകരണത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ അടിയന്തരമാണ്. ഇവിടെ നിന്നോ, ഈ അങ്ങളുടെ മുമ്പിൽ നിന്നോ, അപ്പോൾ കാണൂട്ടാ. അമ്പത്തി വരുമ്പം കുറച്ച് പീച്ച ആവണേ കേട്ടോ. ഹനിത ഇവിടെ ഒരു തമ്പച്ചിത ഇതാ
അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പോഴത്തേക്കും സമയം ഏതാണ്ട് 2:30 അടുപ്പിച്ചായി. ഇപ്പോൾ 5000 പേർക്കുള്ള ഭക്ഷണമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ തമ്പുരാട്ടിയമ്മ അന്നപൂർണേശ്വരിയാണ്. വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് തമ്പുരാട്ടിയമ്മയുടെ സന്തോഷം. അങ്ങനെ ഞങ്ങളത് ഭക്ഷണശാലയിലെത്തിയേ. അച്ചാർ എന്താ പച്ചടി വേണം പച്ചടി വേണം, എല്ലാം വേണേ. കിട്ടുവാ തമ്പച്ചി ചോറല്ലേ കുഞ്ഞെല്ലാം കഴിക്കണേ. അവിയൽ ആ പറഞ്ഞോടാ. കൂട്ടുകറി എന്തത് ചോറ് കുറച്ച് കൊടുത്താൽ മതി. ആ മതി. നല്ല സാമ്പാർ കണ്ടോ. സാമ്പാറാ കുറച്ച് പകുതി അത്രയും കുടിക്കണേ. തമ്പച്ചി ബസ്സാണേ. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഭക്ഷണശാലയിൽ നിന്ന് വെളിയിൽ ഇറങ്ങി. അപ്പോഴത്തേക്കും തന്നെ അവിടെ നിറയെ ക്യൂ പിന്നെയും ഉണ്ടായിരുന്നു ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണേ. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പുറത്തിറങ്ങിയപ്പോഴാണ് ഹനീത ഇത് കണ്ടത്. അപ്പോൾ പിന്നെ അത് വാങ്ങിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞങ്ങൾ അതും കൂടി വാങ്ങിച്ച് വീട്ടിലേക്ക് പോയി. താങ്ക് യു.